ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ പൈതൺ സീരീസിൻ്റെ 5th പാർട്ടാണല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഫങ്ഷൻസിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, വെറുതെ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഫങ്ഷൻസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഫങ്ഷൻ എങ്ങനെയാണ് എഴുതുക എന്ന് ചോദിച്ചാൽ, ഫങ്ഷൻ എങ്ങനെ എഴുതുക എന്ന് ചോദിച്ചാൽ അതിന് ഡിഫ് എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്. ഡിഫൈൻ. നമ്മളെന്താ പറയുക, നമ്മുടെ ഫങ്ഷൻ നമ്മളിനി ഒരു നെയിം കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന നെയിം എന്ന് പറഞ്ഞാൽ സാമ്പിൾ എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് സാമ്പിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ബ്രാക്കറ്റിനുള്ളിൽ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഫുൾ കോളൻ. ഇതാണ് ഒരു ഫങ്ഷൻ, അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇത് ഞാൻ ജസ്റ്റ് ഇതുണ്ടേ, ഇവിടുന്ന് എൻ്റർ കൊടുക്കുമ്പോഴേ നമ്മുടെ കഴ്സർ കുറച്ച് മാറിയാണല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതിനുള്ളിൽ എഴുതുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണം, ഞാനൊരു പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ വേണം, ഹലോ ഹൗ ആർ യു എന്ന് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. ഹൗ ആർ യു. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. അപ്പോൾ ഒന്ന് റൺ ചെയ്യുന്നു. അപ്പോൾ റൺ ചെയ്തപ്പോൾ ഇതുണ്ടല്ലേ, ഒന്നും വന്നിട്ടില്ലേ. കാര്യം നമ്മളൊരു പ്രിൻറ്റ് ഹലോ ഹൗ ആർ യു എന്ന് കൊടുത്തെങ്കിലും ഒന്നും വന്നിട്ടില്ല. കാര്യം എന്താ, ഇതൊരു ഫംഗ്ഷനാണല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് അപ്പോൾ കഴ്സർ ഇവിടെ വല്ലതും ആണെങ്കിൽ നമ്മുടെ ഈ കഴ്സർ ഇവിടെ വല്ലതും ആണെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ച് ഏറ്റവും പുറകിൽ കൊണ്ടുവന്ന ശേഷം അതിനുശേഷം സാമ്പിൾ നമ്മുടെ ഫംഗ്ഷൻ്റെ നെയിം വിളിക്കുക. ഇനി ഇതൊന്ന് പ്രിൻറ്റ് ചെയ്താൽ ഇനി ഒന്ന് പ്രിൻറ്റ് ചെയ്താൽ കണ്ടില്ലേ, ഹലോ ഹൗ ആർ യു എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഇപ്പോൾ എന്താ നടന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാലേ ഈ പൈതൺ ലൈൻ ബൈ ലൈനായാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം പൈതൺ ഈ ഡിഫൈൻ സാമ്പിളിൽ വരും, അതിനുശേഷം പ്രിൻറ്റിൽ വരും. അങ്ങനെ വല്ലതാണോ? അങ്ങനെയൊന്നും അല്ലല്ലേ. ആദ്യമേ ഈ ഏതായിരിക്കും വർക്കാവുക എന്ന് ചോദിച്ചാൽ ഈ തേർഡ് ലൈനായിരിക്കും ആദ്യമേ തന്നെ വർക്കാവുക. ഈ സാമ്പിൾ നമ്മൾ കോൾ ചെയ്തതിൻ്റെ പേരിലാണ് ഇതിനുള്ളിലേക്ക് വന്നത്. എന്തായാലും ഞാൻ കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസ് ആയിട്ട് ഒരു ഫംഗ്ഷൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. ഈ വീഡിയോ കംപ്ലീറ്റ് നമ്മൾ ഫംഗ്ഷനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ആക്ച്വലി നിങ്ങൾ ഇതുവരെ കണ്ടതുപോലെ ആയിരിക്കില്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളിനി ചെറുതായി കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിൽ പോകാൻ തുടങ്ങുകയാണ്. ഇനി മുതൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എന്താണെങ്കിലും അത് നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക, എവിടെ യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യണം, എന്തിന് യൂസ് ചെയ്യണം, അങ്ങനെ മാത്രം. ചുരുക്കി പറഞ്ഞാൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടേതായ ഒരു വർക്ക് സ്പേസിൽ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഇതുവരെയും പഠിച്ചാൽ ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം പോലും ഇല്ല. ജസ്റ്റ് ഗൂഗിൾ എടുത്ത് പൈതൺ ഫംഗ്ഷൻ എന്ന് കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്കത് ലൈവായിട്ട് നോക്കി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത്ര ഈസിയാണ്. എങ്കിലും നമ്മൾ മെയിനായിട്ട് എന്താ പറയുക, ഇതിനി എന്തൊക്കെയായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയല്ല ഇതിലെന്തൊക്കെ ഇനി കൂടുതൽ ആഡ് ചെയ്യാം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആക്ച്വലി നമ്മൾ പൈതൻ്റെ ബേസിക്സ് ആണല്ലേ ഈ ഒരു സീരീസിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ അത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ചിലർക്ക് തോന്നാം. ബട്ട് സ്റ്റിൽ നമുക്കിനി എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് ചോദിച്ചാൽ, പൈതൺ അറേ പഠിക്കാനുണ്ട്. ആക്ച്വലി പൈതണിൽ അറേയില്ല, പക്ഷേ സിയിലൊക്കെ അറേയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് പൈതണിൽ എന്തുണ്ട്, ലിസ്റ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ വെറുതെ പറഞ്ഞെന്നുള്ളൂ. പിന്നെന്താ പഠിക്കാനുള്ളത്, ഇൻഹെറിറ്റൻസ് പഠിക്കാനുണ്ട്. ഇൻഹെറിറ്റൻസിന് മുമ്പ് നമുക്ക് ക്ലാസ് ഒബ്ജക്റ്റ് പഠിക്കാനുണ്ട്. പിന്നെ സ്കോപ്പ് പഠിക്കാനുണ്ട്. പിന്നെ പൈതണിൽ പല മൊഡ്യൂൾസ് ഉണ്ട്, അതൊക്കെ എന്താണെന്ന് നോക്കണം. പിന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ ഒരു മാത്ത് മൊഡ്യൂളുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റൈലേ വേറെ ആയിരിക്കും. ഇതുവരെ ഇത് നമ്മുടെ 5th പാർട്ടാണല്ലേ. ഇതിന് പുറകോട്ടുള്ള ഒരു സെഷനും ഇത് കഴിഞ്ഞുള്ള രണ്ടാമതൊരു സെഷനുമായിട്ട് നിങ്ങൾക്ക് കാണാം. മറ്റൊരു ഡിഫറെൻ്റ് രീതിയിലായിരിക്കും ഇനി നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ എന്താണോ പഠിക്കാൻ പോകുന്നത് അതൊന്നും നിങ്ങൾ ഒരു കാരണവശാലും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, ഇതാണ് എന്ന് മനസ്സിലാക്കുക. അത് ഞാൻ പറഞ്ഞു തരാം. അതിനോടൊപ്പം നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാകാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം.
പുതിയ പൈതൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഇതൊക്കെ ഒന്നുകൂടെ നല്ല നീറ്റായിട്ട് പറഞ്ഞു തുടങ്ങാം. ഫങ്ഷൻസ് _sample. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ മുതൽ തുടങ്ങിയേക്കാം. അത് നമുക്കൊരു ഫംഗ്ഷനൊരു പേര് വേണമല്ലേ. ഏത് പേര് കൊടുക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് സാമ്പിൾ ഫംഗ്ഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം ഡിഫൈൻ സാമ്പിൾ അണ്ടർസ്കോർ ഫംഗ്ഷൻ. ഇതാണ് കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ്റെ നെയിം, ഇതാണ്. ഓക്കെ, അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഫുൾ കോളൻ. ഓക്കെ, ഇനി ഇതിനുള്ളിൽ നമുക്ക് എന്ത് വേണോ എഴുതാം. ഇപ്പോൾ നമ്മൾ വൈൽ ലൂപ്പിനൊരു പ്രോഗ്രാം ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വൈൽ ലൂപ്പിനവിടെ യൂസർ നെയിം ഒക്കെ എടുക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഞാൻ ജസ്റ്റ് ഇതിലേക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതുപോലെ നിങ്ങൾക്കൊരു ഫംഗ്ഷനുള്ളിൽ നിങ്ങൾക്ക് എന്ത് വേണോ എഴുതാം. ഇതൊന്ന് റൺ ചെയ്താൽ ഇതുണ്ടല്ലേ, ഒന്നും വർക്കായിട്ടില്ല. കാര്യം എന്താ? ഇതൊക്കെ ഈ ഒരു ഫംഗ്ഷനുള്ളിലാണ്. ആ ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ എന്ത് ചെയ്യുക? ഈ കഴ്സർ നമ്മൾ ഏറ്റവും അറ്റത്ത് വെച്ചതിന് ശേഷം സാമ്പിൾ ഫംഗ്ഷൻ അതുണ്ടല്ലേ, ഇപ്പോൾ സജഷൻ വരുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് അതൊന്ന് ഹെൻഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. വെയിറ്റ് എ സെക്കൻഡ്, ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ ഇതുണ്ടല്ലേ, ആ ഒരു പ്രോഗ്രാം റൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ നടക്കാന്ന് വെച്ചാൽ, നമ്മൾക്കറിയാമല്ലേ പൈതൺ ലൈൻ ബൈ ലൈൻ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതായതുണ്ടല്ലേ, ഇതൊന്നും ആയിരിക്കില്ല വർക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതുണ്ടല്ലേ എന്തോ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അവന് മനസ്സിലാവും, ഒരു പ്രോഗ്രാമിന് മനസ്സിലാവും. ഇതിനുള്ളിലേക്കൊന്നും കയറത്തേ ഇല്ല ഇത് വിളിക്കുന്നത് വരെ. ഇതിവിടെ വിളിച്ചിട്ടുണ്ട്, സാമ്പിൾ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തതിൻ്റെ പേരിലാണ് ഇതിനുള്ളിലേക്ക് വരുന്നത്. അതിനുശേഷം ഇതെല്ലാം പ്രിൻ്റ് ആവും. ഓക്കെ, ഇത് നമുക്ക് മറ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ ഒരു എന്താ പറയുക, ഒരു ഫംഗ്ഷനുള്ളിലേക്ക് എങ്ങനെയാണ് ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഡിഫൈൻ സാമ്പിൾ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിലേക്ക് നെയിം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, നെയിമോ എയോ അല്ലെ ഹലോയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം ഒരു ഫുൾ കോൾ ഇടുന്നു. അപ്പോൾ നെയിം എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ നെയിം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് കൊടുത്തത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രിൻറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം ഹലോ ഒരു പ്ലസ് സൈൻ ഇട്ടതിന് ശേഷം ഈ നെയിം, ഓക്കെ, നെയിം ഞാൻ അവിടെ വിളിക്കുന്നു. അതിനുശേഷം എൻ്റർ അടിച്ച് ഒരു ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷം സാമ്പിൾ വിളിക്കുന്നു. ഓക്കെ, സാമ്പിൾ കോൾ ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യാം. എന്താ വരിക നോക്കാമല്ലോ. ഇതുണ്ടല്ലേ, ഒരു എററാണല്ലേ വന്നത്. കാര്യം എന്താ? ഇതിനുള്ളിലൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്, നമ്മളത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്കത് പറയാം, അനന്തു ആണ് എന്ന് പറയാം. ആ നെയിം അനന്തു ആണ് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്താൽ കണ്ടില്ലേ, ഹലോ അനന്തു എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ ആക്ച്വലി നടന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം എന്തുണ്ട്, സാമ്പിളിനുള്ളിൽ അനന്തു എന്ന് പറയുന്നൊരു സ്ട്രിങ് ഉണ്ടല്ലേ. അപ്പോൾ ഇതുണ്ടല്ലേ, ഡിഫൈൻ സാമ്പിൾ, ഈ നെയിമിലേക്ക് ഈ അനന്തു അസൈൻ ചെയ്ത് വെക്കാം നമ്മൾ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എക്സാമ്പിൾ ചെയ്യാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. അതിനുശേഷം അവിടെ എന്ത് ചെയ്യാം, എഡ്വിൻ എന്ന് പറയുന്നൊരു നെയിം കൊടുക്കാം. എഡ്വിൻ എന്ന് പറയുമ്പോൾ നെയിം കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, ജെയ്സൺ എന്ന് പറയുന്നൊരു നെയിം കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഹലോ എഡ്വിൻ, ഹലോ അനന്തു, ഹലോ ജെയ്സൺ. ഇങ്ങനെ നമുക്ക് എത്ര വേണോ ഇങ്ങനെ എഴുതി പോവാം. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇവിടെ നെയിം കൊടുത്തതിൻ്റെ പേരിലല്ല അതങ്ങനെ വരുന്നത്. ഇവിടെ നമുക്ക് വേണം എ കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, എ മാറ്റണം. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് വർക്കായത് എന്ന് ചോദിച്ചാൽ, ആദ്യം സാമ്പിൾ വരും, അതിൻ്റെ അകത്ത് എന്തുണ്ട്, അനന്തു ഉണ്ടല്ലേ. അപ്പോൾ എ അസൈൻ അനന്തു ആകും. അപ്പോൾ ഇതിനുള്ളിൽ വരും. ഓക്കെ, ഇതിനുള്ളിൽ വരുമ്പോൾ എന്താവും, എ അസൈൻ അനന്തു ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് വരുമ്പോൾ പ്രിൻറ്റ് ഹലോ പ്ലസ് എ ഉണ്ട്, എ അസൈൻ അനന്തു ഉണ്ടല്ലേ. അപ്പോൾ ഹലോ അനന്തു എന്ന് പ്രിൻ്റായി. അതിനുശേഷം രണ്ടാമത്തെ ലൈനിൽ വരുമ്പോൾ വീണ്ടും സാമ്പിൾ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഇവിടെ വരും. അപ്പോൾ ഈ എയ്ക്കുള്ളിൽ എന്തുണ്ട്, എഡ്വിൻ ഉണ്ട്. അപ്പോൾ അതിന് അണ്ടറിൽ വരുമ്പോൾ പ്രിൻറ്റ് എന്ത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്,
ഹലോ പ്ലസ് എ ഉണ്ട്. അപ്പോൾ ഈ എഡ്വിൻ എയിൽ എന്തുണ്ട്? എ അസൈൻ എഡ്വിൻ ആണല്ലേ. അപ്പോൾ അവിടെ ഹലോ എഡ്വിൻ എന്ന് പ്രിൻ്റ് ആവും. ഇനി ഇവിടെ എന്താ പറയുക, ഒരു ആർഗ്യുമെൻറ്റ് മാത്രമാണോ പാസ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഒരിക്കലും അവിടെ ഒരു ആർഗ്യുമെൻറ്റ് മാത്രമല്ല പാസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എത്ര വേണോ ആർഗ്യുമെൻറ്റ്സ് ഇങ്ങനെ പാസ് ചെയ്യാം. ഓക്കെ, അതിനിപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു ആർഗ്യുമെൻ്റ് കൂടെ പാസ് ചെയ്യാം. ഇതിന് നമുക്ക് നെയിം തന്നെ കൊടുക്കാം. അതിനുശേഷം ഇതൊക്കെ മാറ്റിയേക്കാം. ഓക്കെ, ഈ നെയിം മാത്രം ഇവിടെ പ്രിൻ്റ് ആയാൽ മതി എന്ന രീതിയിൽ. ഓക്കെ, ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലേസ് കൂടെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു പ്ലേസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ഈ ഒരു പ്ലേസ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ഒരു കാര്യം ഇവിടെ പറഞ്ഞു കൊടുക്കണം അല്ലേ. അത് നമുക്കിങ്ങനെ പ്രിൻ്റ് ചെയ്യാം. പ്ലേസ് എന്താ, കേരള കൊടുക്കാം. ഓക്കെ, കേരള. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതുണ്ടല്ലേ, അനന്തു കേരള എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ എന്തോരം വേണോ നിങ്ങൾക്ക് ഇങ്ങനെ എന്തോരം ആർഗ്യുമെൻറ്റ്സ് വേണമെങ്കിലും ഈ ഒരു ഇതിനുള്ളിൽ പാസ് ചെയ്യാം. ആക്ച്വലി അതൊന്നും നിങ്ങൾ ഒരിക്കലും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുക, അത്ര തന്നെ പറയുള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക, ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, എത്ര ആർഗ്യുമെൻ്റ് ഉണ്ട് എന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ ഒരുപാട് ആർഗ്യുമെൻ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒന്നുകൂടെ എന്താ വേറൊരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. വേറൊരു ഫംഗ്ഷൻ എന്താ നെയിം കൊടുക്കാം, ഇത് സാമ്പിൾ ഫംഗ്ഷൻ എന്ന് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, അൺനോൺ എന്ന് കൊടുക്കാം. ഓക്കെ, അൺനോൺ നമുക്ക് മനസ്സിലാവുന്ന ഒരു പേര് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഞാൻ പക്ഷേ ഇതൊരു എക്സാമ്പിൾ കാണിക്കാനായിട്ടായതുകൊണ്ട് ഇങ്ങനെ എനിക്ക് തോന്നിയ പേരുകൾ കൊടുക്കുന്നു. ഫുൾ കോൾ ഇടാം. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ ഒരു ആർഗ്യുമെൻ്റ് നമുക്ക് പാസ് ചെയ്യാം. ഇപ്പോൾ ഫ്രൂട്ട്സ് എന്നാണ് ഞാൻ കൊടുക്കുന്ന ഒരു നെയിം. ഓക്കെ, ഇതിന് ബാക്കിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാർ കൊടുക്കാം. ഷിഫ്റ്റ് 8. ഓക്കെ, ഒരു സ്റ്റാർ കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ജസ്റ്റ് ബാക്ക് സ്പേസ് വന്നിട്ട് ഈ ഒരു അൺനോൺ വിളിക്കാം. ഓക്കെ, അൺനോൺ വിളിക്കുന്നു. അതിന് ശേഷം കുറച്ച് നെയിമുകൾ കൊടുക്കാം. ഓറഞ്ച്, ആപ്പിൾ, പിന്നെ മാംഗോ. ഓക്കെ, ഇപ്പോൾ ഇതെന്തായിട്ടുണ്ട്, ആദ്യം നിങ്ങളിത് കണ്ടില്ലേ, ഇവിടെ നെയിം ഉണ്ട്, പ്ലേസ് ഉണ്ട്. അപ്പോൾ സാമ്പിൾ കോൾ ചെയ്യുന്നു. ഈ നെയിമിലേക്കും പ്ലേസിലേക്കും നമ്മൾ 2 വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നല്ലേ. ഇവിടെ അത് തന്നെയാണ്, ഡിഫൈൻ അൺനോൺ. ഓക്കെ, അൺനോൺ എന്ന് പറയുന്നൊരു, അപ്പോൾ അൺനോൺ വേണ്ട എന്ന് നമുക്ക് വിചാരിക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, അല്ലെ സാമ്പിൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, സാമ്പിൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അപ്പോൾ എന്ത് ചെയ്യാം, സാമ്പിൾ ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ വിളിക്കാം. എന്ത് പേര് വേണോ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇതുണ്ടല്ലേ. അപ്പോൾ ഈ ഫ്രൂട്ടിനുള്ളിലേക്ക് ഇപ്പോൾ എന്തൊക്കെ അസൈൻ ആയിട്ടുണ്ട്, ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ടല്ലേ. ഇനി നമുക്ക് ഇതിനുള്ളിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം, പ്രിൻ്റ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ഫ്രൂട്ട് ഈസ്. ഓക്കെ, ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഫ്രൂട്ട് ഈസ് എന്ന് പറഞ്ഞ് പ്ലസ് ചെയ്തതിന് ശേഷം ഫ്രൂട്ട്സ്. ഓക്കെ, അതിനുള്ളിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം 2 കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ എന്ത് വർക്കാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ലൈൻ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു ലൈൻ കംപ്ലീറ്റ് നമ്മൾ കമൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഒരു ഹാഷ് കൊടുത്താൽ പോരെ. അപ്പോൾ ഇവിടെ ഹാഷ് കൊടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഇതാ കഴ്സർ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ശേഷം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ എന്തായിട്ടുണ്ട്, കമൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സാമ്പിൾ വിളിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം റൺ ആവില്ല. ഓക്കെ, ഇത് മാത്രമേ റൺ ആവുകയുള്ളൂ. നമുക്കിതിന്ന് റൺ ചെയ്ത് നോക്കാം. ഇതുണ്ടല്ലേ, ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഫ്രൂട്ട് ഈസ് മാംഗോ വന്നിട്ടുണ്ട്. ഇതുണ്ട് 0th പൊസിഷൻ, 1st പൊസിഷൻ, 2nd പൊസിഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ആദ്യം തന്നെ സാമ്പിൾ ആർഗ്യുമെൻറ്റ്സ് എന്ന രീതിയിൽ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ ഫ്രൂട്ട്സ് എന്നൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു, ഒരു സ്റ്റാർ ഇട്ടു.
അതിനുശേഷം സാമ്പിൾ ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളതിൽ ഓറഞ്ച് വെച്ചു, ആപ്പിൾ വെച്ചു, മാംഗോ വെച്ചു. ഇനിയും വേണേൽ വെക്കാം കേട്ടോ. നമുക്ക് ഇനിയും നോക്കണ്ടേ, ഗ്രേപ്പ് വെക്കാം, ഗ്രേപ്സ് വെച്ചു. ഇനി ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതൊന്ന് 3 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, 3 കൊടുത്താൽ എന്ത് റണ്ണാവും? ഇതല്ലേ, ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഫ്രൂട്ട് ഈസ് ഗ്രേപ്സ് പ്രിൻ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ജസ്റ്റ് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാം, മറ്റൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ നെയിംസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, നെയിംസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനുള്ള എന്തുണ്ട്, ചൈൽഡ് 1 എന്ന് പറയുന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്, ചൈൽഡ് 2 എന്ന് പറയുന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്, ചൈൽഡ് 3 എന്ന് പറയുന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്, ചൈൽഡ് 4 എന്ന് പറയുന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഓക്കെ, ഒരു ഫുൾ കോൾ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി പ്രിൻറ്റ് ഫംഗ്ഷൻ വിളിക്കുകയാണ്. ഓക്കെ, എന്ത് പ്രിൻറ്റ് ചെയ്യണം? ദ യങ്ങസ്റ്റ് ചൈൽഡ് ഈസ്. ഓക്കെ, ദ യങ്ങസ്റ്റ് ചൈൽഡ് ഈസ്, അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ നെയിം നമ്മൾ കോൾ ചെയ്യുന്നു. ഓക്കെ, നെയിം കോൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതല്ലേ, ചൈൽഡ് 1 ഉണ്ട്, ചൈൽഡ് 2 ഉണ്ട്, ചൈൽഡ് 3 ഉണ്ട്, ചൈൽഡ് 4 ഉണ്ട് അല്ലേ. ഇതിപ്പോൾ സപ്പോസ് ഒരു ഓർഡർ തെറ്റിച്ചെടുക്കാൻ നോക്കാം. ഓക്കെ, ഇവിടെ ചൈൽഡ് 4 ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഇവിടെ ചൈൽഡ് 2 ഉണ്ട്, അല്ല 3 ഉണ്ട്, ഇവിടെ ചൈൽഡ് 3 അല്ല 1 ഉണ്ട്. ഇനി ഇപ്പുറത്ത് എന്തുണ്ട്, ചൈൽഡ് 2 ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഓർഡർ തെറ്റിക്കിടക്കാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് അതിനെ ഇങ്ങനെ ഓരോന്നിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചൈൽഡ് 1 ഈക്വൽ അത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഡബിൾ കോട്ട്സിനുള്ളിൽ ആ ചൈൽഡിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് അനൈ എന്ന് കൊടുത്തു. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം ചൈൽഡ് 2. ഓക്കെ, ചൈൽഡ് 2 എന്ന് കൊടുത്തു. ആ ചൈൽഡിന് എന്ത് നെയിം കൊടുക്കുന്നു, അനീവ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ചൈൽഡ് 3 ഉണ്ടല്ലേ, ചൈൽഡ് 3 നമ്മൾ കോൾ ചെയ്യുന്നു. ഓക്കെ, ചൈൽഡ് 3 നമ്മൾ വിളിക്കുന്നു. അതിനുശേഷം ഷാൻ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ചൈൽഡ് 4. ഓക്കെ, ചൈൽഡ് 4 നമ്മൾ എന്ത് ചെയ്യുന്നു, അശ്വിൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് വിളിക്കാം, ചൈൽഡ് 3 വിളിക്കാം. ഓക്കെ, ചൈൽഡ് 3 നമ്മളിവിടെ വിളിക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്യാം. ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് വർക്കാവും? ആദ്യം ഇതുണ്ടല്ലേ, ചൈൽഡ് 2, ചൈൽഡ് 1, ചൈൽഡ് 4, ചൈൽഡ് 3 ഇങ്ങനെ പല ഓർഡറിലാണല്ലോ ഇവിടെ കൊടുത്തേക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് 1 എന്ന് പറഞ്ഞാൽ അനൈയാണ്. ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മളിവിടെ അനൈ എന്ന് വെറുതെ കൊടുത്താൽ ചൈൽഡ് 2ലേക്കല്ലേ അനൈ അസൈൻ ആവുകയുള്ളൂ, ചൈൽഡ് 1ലേക്ക് അനീവ അസൈൻ ആവും. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഓരോരോ എക്സാമ്പിളിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ദ യങ്ങസ്റ്റ് ചൈൽഡ് ഈസ് ഇഷാൻ എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചൈൽഡ് 4 കൊടുത്താലോ, അവിടെയല്ല താഴെ. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്താൽ അശ്വിൻ വരും അല്ലേ. ഇതുണ്ടല്ലേ, ഇവിടെ അശ്വിൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ചൈൽഡ് 4 അശ്വിനാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഈ 4ാമത്തെ നെയിം അവിടെ വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇത് കണ്ടില്ലേ, ചൈൽഡ് 4 എന്നുള്ളത് 3ാമതാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 3ാമത്തെ ഇഷാൻ വന്നേനെ ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇതൊക്കെ ഒന്ന് റേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് റേസ് ചെയ്ത് കളയരുത്. നിങ്ങൾ ഓരോരോ പൈതൺ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, കാര്യം നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുത്തു നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാവണ്ടേ. ഇത് ആക്ച്വലി മനസ്സിലാക്കാവുന്നില്ല, ജസ്റ്റ് കണ്ടിരിക്കുക, അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊന്ന് മനസ്സിലാക്കുക. നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഓക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ ഉള്ളൂ. മൈ കൺട്രി. ഓക്കെ, COUNTRY മൈ കൺട്രി എന്നൊരു ഫങ്ഷൻ ഉണ്ട്. അതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തു, കൺട്രി എന്ന് തന്നെ പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു.
പക്ഷേ ഇവിടെ തന്നെ ഞാൻ അസൈൻ ചെയ്യാണ്. കൺട്രി അസൈൻ എന്ത് പറയുന്നു, ഇന്ത്യ. ഓക്കെ, കൺട്രി ഇന്ത്യ ആണെന്ന് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എൻ്റർ ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഐ ആം ഫ്രം പ്ലസ് ഇട്ടതിന് ശേഷം COUNT കൺട്രി. ഓക്കെ, പ്ലസ് ഇട്ടതിന് ശേഷം കൺട്രി കൊടുത്തു. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്യാം. പക്ഷെ റൺ ചെയ്തൊന്നും വരില്ല. കാര്യം എന്താ, നമ്മൾ അത് വിളിച്ചിട്ടില്ല. മൈ കൺട്രി എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നു. ഇനി നമ്മളിത് റൺ ചെയ്താൽ ഇതുണ്ടല്ലേ, ഐ ആം ഫ്രം ഇന്ത്യ എന്ന് വന്നിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകൂടെ മൈ കൺട്രി വിളിക്കുന്നു. ഓക്കെ, മൈ കൺട്രി ഒന്നുകൂടെ വിളിച്ച് അതിനുള്ളിൽ എന്ത് കൊടുക്കുന്നു, അമേരിക്ക എന്ന് കൊടുത്തു. ഇനി ഇതൊന്ന് റൺ ചെയ്താൽ കേട്ടില്ലേ, ഐ ആം ഫ്രം ഇന്ത്യ വന്നു, ഐ ആം ഫ്രം അമേരിക്ക വന്നു. ഇവിടെ ഇപ്പോൾ ഇതിനുള്ളിൽ നമ്മളൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഈ കൺട്രിയിലേക്ക് എന്ത് അസൈനായി, ഇന്ത്യ അസൈനായി. പക്ഷെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ മാറി ആ ഒരു നെയിം ഇതിലേക്ക് അസൈൻ ആവും. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താ പറയുക, ഇനി നമുക്ക് എന്താ പറയുക, ഒരു ലിസ്റ്റ്. ഓക്കെ, ഒരു ലിസ്റ്റ് എങ്ങനെയാണ് ഇതിനുള്ളിലൂടെ പ്രിൻ്റ് ചെയ്യുക എന്നൊന്ന് പഠിക്കാം. അതിന് ജസ്റ്റ് ഇന്ത്യ ഇത് ഒന്ന് കളയുന്നു. അതിനുശേഷം ലിസ്റ്റിന് നമ്മൾ എന്ത് പേര് കൊടുക്കും, ലിസ്റ്റ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഡിഫൈൻ സാമ്പിൾ ലിസ്റ്റ്. ഓക്കെ, ഡിഫൈൻ സാമ്പിൾ ലിസ്റ്റ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, നെയിം എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ വേണ്ട ഫുഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഫുഡ് എന്ന് കൊടുത്തു. അതിനുശേഷം എൻ്റർ ചെയ്യുന്നു. ഇനി ഫോർ എക്സ് ഇൻ ഫുഡ്. ഓക്കെ, ഞാനത് എന്ത് ചെയ്യാം, ഞാനിത് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രിൻറ്റിൽ എന്ത് വിളിക്കുന്നു, എക്സ് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്രൂട്ട്സ് അസൈൻ. ഓക്കെ, ഫ്രൂട്ട്സ് അസൈൻ എന്ത് വിളിക്കുന്നു, ലിസ്റ്റ് ക്രിയേറ്റ്. ഓക്കെ, ഓറഞ്ച് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഗ്രേപ്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, മാംഗോ ഉണ്ട്. ഓക്കെ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിളിൽ ഫ്രൂട്ട്സ് വിളിക്കുന്നു. ഓക്കെ, സാമ്പിൾ ലിസ്റ്റിൽ നമുക്കൊന്ന് റൺ ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിത് റൺ ചെയ്തപ്പോൾ എന്തായിട്ടുണ്ട്, ഓറഞ്ച്, ആപ്പിള്, ഗ്രേപ്സ്, മാംഗോ അങ്ങനെയൊക്കെ പ്രിൻ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പ്രീ കാൽക്കുലേറ്റഡ് ആയി ചെയ്ത ഒരു പ്രോഗ്രാമാണല്ലേ ഇത്. അപ്പോൾ ആദ്യം ഇതിലെന്തുണ്ട്, ഈ ഒരു ഫുഡ് എന്നുള്ളത്, ഐ മീൻ സാമ്പിൾ ലിസ്റ്റിലേക്ക് ഞാൻ ഈ ഫ്രൂട്ടിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ആദ്യം ഈ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മളൊരു ലിസ്റ്റ് വെക്കുന്നുണ്ട്. ആ ലിസ്റ്റിനെ ഞാൻ സാമ്പിൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷനിൽ കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് അസൈൻ ഈ ലിസ്റ്റ് അല്ലേ, ഈ ഫുഡ് അസൈൻ ഈ ലിസ്റ്റ് അല്ലേ, നിങ്ങളൊന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം ഈ ഒരു വേരിയബിളിനുള്ളിൽ ഈ ഒരു ലിസ്റ്റ് ഉണ്ട്, ഈ ഒരു ലിസ്റ്റ് ഈ ഒരു വേരിയബിളിലുണ്ട്. ഓക്കെ, അതിന് ശേഷം സാമ്പിൾ ലിസ്റ്റ് ഞാൻ കോൾ ചെയ്തതിന് ശേഷം ഈ ഒരു ഫുഡ് എന്നുള്ള ഒരു എന്താ പറയുക, ഈ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് ഞാൻ ഈ ഒരു ലിസ്റ്റ് വെച്ച് കൊടുക്കുന്നു. ഫ്രൂട്ട് എന്ന് പറയുന്ന ലിസ്റ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ ഫുഡ് അസൈൻ ഫ്രൂട്ട് അല്ലേ, ഫ്രൂട്ടിൽ എന്തുണ്ട്, ഈ ഒരു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫുഡ് അസൈൻ ഓറഞ്ച്, ആപ്പിൾ, ഗ്രേപ്പ്, മാംഗോ, 0th പൊസിഷൻ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഫോർ എക്സ് ഇൻ ഫുഡ്. ഈ ഫുഡിൽ ഇപ്പോൾ എന്തുണ്ട്, ഈ ഒരു ലിസ്റ്റ് ഉണ്ട്. ഫോർ എക്സ് ഇൻ ഈ ഒരു ഫ്രൂട്ട്സ്, അതിലെന്തുണ്ട്, പ്രിൻ്റ് എക്സ് ഉണ്ട്. അപ്പോൾ ആദ്യം എക്സ് അവിടെ വരും, ഈ ഫുഡിൽ ഓറഞ്ചിൽ വരും, 0th പൊസിഷനിൽ വരും അല്ലേ. അപ്പോൾ ഓറഞ്ച് പ്രിൻ്റായി. ഫസ്റ്റ് പൊസിഷനിൽ വരുമ്പോൾ ആപ്പിൾ പ്രിൻ്റ് ആവും, സെക്കൻഡ് പൊസിഷനിൽ വരുമ്പോൾ ഗ്രേപ്പ് പ്രിൻ്റ് ആവും, തേർഡ് പൊസിഷനിൽ വരുമ്പോൾ മാംഗോ പ്രിൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വളരെ ഈസിയാണ്. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായും മനസ്സിലാവും, ഞാനിത് പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ
സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുന്നു. അതിനുള്ളിലേക്ക് എന്തെടുക്കുന്നു, എ എന്നും ബി എന്നും പറയുന്ന 2 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നു. ഓക്കെ, സം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്യുന്നു, എ പ്ലസ് ബി വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, റിട്ടേൺ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്ത് ആ ഒരു സം എടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, റിസൾട്ട്, ഓക്കെ, റിസൾട്ട് അസൈൻ സം. സമ്മിൽ എന്ത് ചെയ്യുന്നു, 10ഉം അതേപോലെ 20യും വെക്കുന്നു. അതിനുശേഷം ഓക്കെ, ഇതിപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് ബാക്കി സ്റ്റെപ്പ് ചെയ്യാം. ആദ്യം ഡിഫൈൻ സാമ്പിൾ. ഓക്കെ, ഒരു സാമ്പിൾ ഫംഗ്ഷൻ ഉണ്ട്. അതിനുള്ളിലേക്ക് നമ്മൾ 2 ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്, എയും ബിയും. ഈ ഒരു സമ്മിൽ ഓക്കെ, സം അസൈൻ എ പ്ലസ് ബി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സം അസൈൻ എ പ്ലസ് ബി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, റിട്ടേണിൽ എന്തുണ്ട്, സമ്മ് റിട്ടേണിലുണ്ട്. ആക്ച്വലി ഇവിടെ സാമ്പിളാണ് വരേണ്ടത്. ഓക്കെ, സാമ്പിൾ നമ്മളിവിടെ വിളിക്കുന്നു. ഇപ്പോൾ ഈ റിട്ടേൺ സമ്മ് നമ്മൾ എന്തിനാണ്, ഈ ഒരു റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ആദ്യം ഈ സാമ്പിൾ എയിലും ബി, ഇതിപ്പോൾ 5 ഒരു 10 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10 20 ആണ്. ഓക്കെ, സാമ്പിൾ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇത് 10 ആണെന്നും ഇത് 20 ആണെന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ എന്ത് വരും, എ പ്ലസ് ബി നടക്കും. അതെങ്ങോട്ടുണ്ട്, അതെന്തിലുണ്ട്, സമ്മിലുണ്ട് അല്ലേ. ആ ഒരു സമ്മിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ സം, ഈ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നു. ഈ ഒരു കീവേഡ് യൂസ് ചെയ്താൽ ഇതെവിടെയാണോ നമ്മൾ കോൾ ചെയ്യുന്നത് അതിലേക്ക് ഈ ഒരു വാല്യൂ 30 എന്നുള്ള വാല്യൂ അസൈൻ ആവും. ഇതിനുള്ളിൽ ഇപ്പോൾ 30 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. അതിന് നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന ഒരു റിസൾട്ടിലേക്ക് അതിനെ വാങ്ങിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് റിസൾട്ട്. ഓക്കെ, പ്രിൻ്റ്, അതിനുള്ള എന്ത് കൊടുക്കുന്നു, റിസൾട്ട് കൊടുക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുണ്ടല്ലേ, ഇവിടെ ഇപ്പോൾ പ്രോപ്പറായിട്ട് 30 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഈ ഒരു സെഷനിലെ അവസാനത്തെ ഒരു പ്രോഗ്രാം ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ ആദ്യം വർക്കാകും നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്ക്, അതൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല. ഇതൊക്കെ വളരെ ഈസിയാണ്. നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയ യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യം മാത്രമാണ്. ഇതിപ്പോൾ എൻ്റേതായ ഐഡിയയിൽ ഞാൻ ചെയ്തതാണ് ഇതൊക്കെ. ഓക്കെ, ഇത് ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു എന്താ പറയുക, ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യം എന്തുണ്ട്, ഡിഫൈൻ സാമ്പിൾ ഉണ്ട്. ആ സാമ്പിളിലേക്ക് ഓക്കെ, ഡിഫൈൻ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്ക് 2 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നു, എയും ബിയും. അതിനുശേഷം സം എന്നുള്ളൊരു വേരിയബിളിലേക്ക് എ പ്ലസ് ബി വാങ്ങിക്കുന്നു. ഓക്കെ, അതിനുശേഷം റിട്ടേൺ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യുന്നു. നമ്മൾ ബ്രേക്ക് ഒക്കെ യൂസ് ചെയ്തില്ലേ, അതുപോലൊരു കീവേഡാണ് ഇത്, റിട്ടേൺ. ആ ഒരു സമ്മ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഇങ്ങനെ ഈ റിട്ടേൺ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തത്. ഇവിടെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തത്. ആക്ച്വലി കണ്ടില്ലേ, സാമ്പിൾ ഫംഗ്ഷൻ കോൾ ചെയ്തു, അതിൻ്റെ പേരിലാണ് ഇത് റൺ ആയത്. ഇല്ലെങ്കിൽ ഇത് റൺ ആവില്ല. സാമ്പിൾ ഫംഗ്ഷൻ കോൾ ചെയ്തു, അതിലേക്ക് എന്ത് ചെയ്യുന്നു, എയിലും ബിയിലേക്ക് എന്ത് വയ്ക്കുന്നു, 10ഉം 20യും വയ്ക്കുന്നു. അപ്പോൾ ഈ റിട്ടേൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ സമ്മ് എന്നുള്ളത് ഈ സാമ്പിളിനുള്ളിലുണ്ട്. റിട്ടേൺ യൂസ് ചെയ്താൽ റിട്ടേൺ സം എന്ന് പറഞ്ഞാൽ ഈ സമ്മ് നമ്മൾ എപ്പോഴാണോ കോൾ ചെയ്യുന്നത്, എവിടെ വെച്ചാണോ കോൾ ചെയ്യുന്നത്, ആ കോൾ ചെയ്യുന്നതിനുള്ളിലുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസൾട്ട് എന്നുള്ളൊരു ഇതിലേക്ക് അതിനെ വാങ്ങിക്കുന്നു. റിസൾട്ട് അസൈൻ സാമ്പിൾ എന്ന് വെക്കുന്നു. പ്രിൻറ്റിൽ എന്ത് കൊടുക്കുന്നു, റിസൾട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ റൺ ചെയ്തപ്പോൾ 30 കിട്ടി. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഇതുവരെ നമ്മൾ പഠിച്ച പോലെയല്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു. പക്ഷേ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവാതിരിക്കാം. അതൊക്കെ ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇനി മുതൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറേയൊക്കെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഞാൻ തുടക്കത്തിൽ ജസ്റ്റ് ഒരു ഒരു പഞ്ചിന് പറഞ്ഞെന്നുള്ളൂ. അതൊക്കെ വളരെ ഈസിയാണ്, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നുള്ളൂ. ആക്ച്വലി ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മൈൻഡ് സെറ്റാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ഇതൊക്കെ വളരെ ഈസിയാണ്. ആദ്യത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ മാത്രമേ കുറച്ച് പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വളരെ ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പൈതൺ നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചാൽ
സി പഠിക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ അറേയും കാര്യങ്ങളൊക്കെ സിയിലാണുള്ളത്. നമ്മുടെ പൈതൺ അതില്ല എങ്കിൽ പോലും ഞാൻ ഇതിൽ പറയണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.